എന്താണ് ശരിക്കും ട്രിനിറ്റി? തൃത്വം എന്താണ്? തൃത്വം എന്താണെന്ന് മാത്രമല്ല, അത് വാസ്തവമാണോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് സംശയം. ശരിക്കും പറഞ്ഞാൽ തൃത്വം എന്ന് പറയുന്നത്, ട്രിനിറ്റി എന്ന് പറയുന്നത് വളരെ 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 സത്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മളതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് എൻറ്റയർലി റോങ് ആയിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ ട്രിനിറ്റിക്കകത്ത് ഒരുപാട് കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ട്രിനിറ്റി കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ട്രിനിറ്റിക്കകത്ത്, ക്രിസ്തീയ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രിനിറ്റിക്കകത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. വേദങ്ങളും ട്രിനിറ്റിയെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മ, വിഷ്ണു, ശിവൻ, മഹേശ്വരൻ, ഇത് 3 കൂടെ ചേരുന്നതാണ് ഹൈന്ദവ മതം പറയുന്ന ട്രിനിറ്റി. ഇനി മനുഷ്യത്വത്തിനകത്തേക്ക് വന്നാൽ, മനുഷ്യനകത്തും ട്രിനിറ്റി ഉണ്ട്. ശരീരം, മനസ്സ്, ആത്മാവ്. സയൻസിനകത്തേക്ക് വന്നാലും ട്രിനിറ്റി ഉണ്ട്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതെല്ലാം ഒന്ന് തന്നെ എന്നുള്ളതാണ് സത്യം. ഒരേ കാര്യത്തെ പല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് പല മതങ്ങൾ പറയുന്ന ട്രിനിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള വാസ്തവത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, ആ സത്യത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ സത്യത്തിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത ഒരു മനുഷ്യന് കിട്ടും. അപ്പോൾ ട്രിനിറ്റി ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ട്രിനിറ്റി ഇല്ലാതെ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. ട്രിനിറ്റി ഇല്ലാതെ ഒരു തന്മാത്രയ്ക്ക്, ഒരു സെല്ലിന് പോലും നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിച്ച് കഴിയുമ്പോൾ ട്രിനിറ്റി എന്ന് പറയുന്നത് സത്യമാണ്. ഇനി ഇതിനകത്ത് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു കാര്യം, ക്രിസ്ത്യാനികൾ പറയുന്ന ട്രിനിറ്റിക്കകത്ത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈ ട്രിനിറ്റിയെ ക്രിസ്തീയ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം വെച്ചിട്ടാണ് സകലർക്കും ആശയക്കുഴപ്പമുണ്ടാകുന്നത്. മതം ഒരിക്കലും സത്യമല്ലാത്തത് കൊണ്ട് മതം പറയുന്ന കാര്യങ്ങളും സത്യമല്ല. പിതാവ് എന്ന് പറയുന്ന ഒരു ദൈവമില്ല, പുത്രൻ എന്ന് പറയുന്ന ഒരു ദൈവമില്ല, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു ദൈവവുമില്ല, 3 ദൈവങ്ങൾ കൂടെ ചേരുന്ന ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ദൈവവുമില്ല. ഈ 3 ആശയങ്ങളും മറ്റൊന്നാണ്. പിതാവെന്ന് പറയുന്നത് സകലത്തിനും കാരണഭൂതനായിരിക്കുന്ന പ്രപഞ്ചത്തിലെ അൾട്ടിമേറ്റ് എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവറാണ് പിതാവെന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിൽ നിന്ന് ഉരുവായ ഒരു മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ജീവാത്മാവ്, ഒരു മനുഷ്യനിലിരിക്കുന്ന ദൈവ ചൈതന്യത്തെയാണ് പുത്രൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് തമ്മിലുള്ള കണക്ഷൻ, പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള കണക്ഷൻ, സുപ്രീം യൂണിവേഴ്സൽ പവറും മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവിക ചൈതന്യവും തമ്മിലുള്ള ആ ഒരു ഹാൻഡ് ഷേക്കിംഗ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ആക്ടിവേഷൻ, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ എന്നോ, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സിസ്റ്റം എന്നോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആക്ടിവേഷൻ പ്രോസസ്സ് എന്നൊക്കെ പറയാവുന്ന ഒന്ന് മാത്രമാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ 3 ദൈവങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന, 3 തലയുണ്ട്, 3 ഉടലുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ല ത്രിഏകത്വം എന്ന് പറയുന്നത്. ഇത് ആശയങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ പിതൃത്വമുണ്ട്, എൻ്റെ ഉള്ളിൽ സൺഷിപ്പുണ്ട്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ പിതാവിനെ കാണണമെങ്കിലും എന്നെ നോക്കിയാൽ മതി, പുത്രനെ കാണണമെങ്കിലും എന്നെ നോക്കിയാൽ മതി, പരിശുദ്ധാത്മാവിനെ കാണണമെങ്കിലും എന്നെ നോക്കിയാൽ മതി. ഇതേ കാര്യം വന്ന് ജീസസും പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, അത് ഞാനാണ്. എൻ്റെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്, പിതാവ് എന്നിലുണ്ട്, പുത്രത്വം എന്നിലുണ്ട്. അപ്പോൾ പിതാ, പുത്ര, പരിശുദ്ധാത്മാവ് യേശു സംസാരിച്ചപ്പോൾ യേശുവിലായിരുന്നത് പോലെ, പൗലൂസ് സംസാരിച്ചപ്പോൾ പൗലൂസിലായിരുന്നത് പോലെ, ഇന്ന് മനോജ് സംസാരിക്കുമ്പോൾ പിതാവെന്നിൽ, പുത്രൻ എന്നിൽ, പരിശുദ്ധാത്മാവെന്നിൽ. ഇതേ കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ പിതാ, പുത്ര, പരിശുദ്ധാത്മാവ് നിങ്ങളിലാണ്. അപ്പോൾ ട്രിനിറ്റി സത്യമാണോ? സത്യമാണ്. എങ്ങനെ സത്യമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം.